ആപ്കി അദാലത്തിൽ ഫിലിം സ്റ്റാർ അനിൽ കപൂറിന്റെ മേലുള്ള അടുത്ത കുറ്റാരോപണം അദ്ദേഹം ആരെയും അനുസരിക്കില്ല എന്നുള്ളതാണ്. ഒരു നല്ല പാട്ടുണ്ടല്ലോ, ഞാൻ അത് ചെയ്യും ഇത് ചെയ്യും ആര് പറഞ്ഞാലും കേൾക്കില്ലെന്ന്. താങ്കൾ തന്നെ പറഞ്ഞിരുന്നു, ധാരാളം പേർ താങ്കളോട് പറഞ്ഞിരുന്നു കല്യാണം കഴിക്കേണ്ട ഒരു ആവശ്യമില്ലെന്ന്. എന്നിട്ടും താങ്കൾ കല്യാണം കഴിച്ചു. താങ്കളോട് താങ്കളുടെ സുഹൃത്തുക്കൾ എല്ലാവരും പറഞ്ഞു ഈ ഗാന്ധിജിയുടെ സിനിമ ചെയ്യാൻ പാടില്ല, അത് ഫ്ലോപ്പ് ആവുന്നു. പക്ഷെ ചെയ്തു. എന്തിനാ ഇത്രയ്ക്ക് വാശി? ഇല്ല, എനിക്ക് എന്താ തോന്നുന്നതെന്ന് വെച്ചാൽ, അതായത് എല്ലാവരും കല്യാണം കഴിക്കാൻ പാടില്ലെന്ന് പറഞ്ഞു, ഞാൻ കല്യാണം കഴിച്ചു. ഇപ്പോഴും ആയിരിക്കും അവളുടെ കൂടെ തന്നെയാ. 43 years ആയി. ഞാൻ പറഞ്ഞത് ശരിയല്ലേ? ശരിയല്ലേ? ഗാന്ധിയുടെ സിനിമ ചെയ്യുന്ന സമയത്ത് എല്ലാവരും എന്താ പറഞ്ഞത് തെറ്റാണെന്ന് സുനിത മാഡം പറയും. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോഴും എന്റെ സ്വന്തം വീട്ടിൽ പേടിച്ചോണ്ടിരിക്കുന്നത്. മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഗാന്ധിയുടെ സിനിമ ചെയ്യേണ്ടെന്ന് എല്ലാവരും എൻ്റെ അടുത്ത് പറഞ്ഞു. പക്ഷേ എനിക്ക് ആ സിനിമയ്ക്ക് നാഷണൽ അവാർഡ് കിട്ടി. സോ പുക്കാറിനും എനിക്ക് നാഷണൽ അവാർഡ് കിട്ടി, പിന്നെ ഗാന്ധി മൈ ഫാദറിനും എനിക്ക് നാഷണൽ അവാർഡ് കിട്ടി. ഇതിനേക്കാൾ എന്താ വേണ്ടത്? ഇപ്പോഴും പല ആൾക്കാർ പറയും ദാറ്റ് ഈസ് വൺ ഓഫ് ദി ബെസ്റ്റ് ഫിലിംസ് മേഡ് ഫ്രം ദിസ് കൺട്രി. ഇതും സത്യം തന്നെയല്ലേ? താങ്കളോട് പലരും പറഞ്ഞിരിക്കുകയാണ് താങ്കൾ പാടാൻ പാടില്ലെന്ന്. പക്ഷെ താങ്കൾ ആ സിനിമ ഏതാണ്? ചമേലി. അതെ, ചമേലിക്ക് സാദി. അതവര് പറഞ്ഞത് സത്യമാ. അതുകൊണ്ട് ഇതുവരെ പാട്ട് പാടാത്തെ. പിന്നെ താങ്കൾ ഏതോ ആൽബം ചെയ്തതായിട്ട് കേട്ടു. അതും തെറ്റാണ്. സൽമ ആഗയോടൊപ്പം. വല്ലാണ്ട് വേസ്റ്റ് ചെയ്തു ഞാൻ. ഇതിനുശേഷവും തിരിച്ച് ഞാൻ ബോംബെക്കൊക്കെ പോയിട്ട് പിന്നെയും റിഹേഴ്സൊക്കെ ചെയ്തിട്ട് ഞാൻ തിരിച്ചു വരുന്ന സമയത്ത് പിന്നെയും എനിക്കൊരു വിശ്വാസമുണ്ട്, ഞാൻ ഒരു വലിയ സിംഗർ ആയിരിക്കും. അതുപോലെ പല സന്ദർഭങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതായത് യശ് ചോപ്ര ചാന്ദിനിയിൽ താങ്കൾക്ക് നൽകേണ്ട റോൾ അവസാനം ഋഷി കപൂറിന് ഓഫർ ചെയ്തെന്ന് കേട്ടു. ഇതുപോലത്തെ ഒരുപാട് റോൾസ് ഉണ്ട്. അതായത് എന്താ തോന്നുന്നത് വെച്ചാൽ, ബാസിഗർ റോൾ, അതായത് ഷാറുഖ് ചെയ്ത റോൾ എനിക്ക് അബ്ബാസ് മസ്താൻ സാറാണ് ഓഫർ ചെയ്തത്. ചാന്ദിനി റോൾ എനിക്ക് കിട്ടി. എനിക്ക് ചില സമയം എന്താ തോന്നുന്നതെന്ന് വെച്ചാൽ, ഈ കാര്യമൊക്കെ ഞാൻ എൻ്റെ ഡാഡിയുടെ അടുത്ത് നിന്നാണ് പഠിച്ചത്. യൂസഫ് സാറുണ്ട്, രാജ് സാറുണ്ട്. അക്കാലത്തിലൊക്കെ ആക്ടേഴ്സ് നോക്കുവാണെങ്കിൽ ഒരുപക്ഷെ നമുക്ക് ആ റോള് സൂട്ടാവില്ലെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഒരിക്കലും അത് ചെയ്യാൻ പാടത്തേയില്ല. ആ ഡയറക്ടറും പ്രൊഡ്യൂസറും എന്തുകൊണ്ട് അത് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നത് എനിക്കറിയില്ല. എനിക്ക് എന്താ തോന്നിയെന്ന് വെച്ചാൽ, ഐ എം ദ റോൾ, ഐ എം നോട്ട് ദ 100% ചോയ്സ് ഫോർ ചാന്ദിനി മൂവി. അത് ഋഷി കപൂർ സാർ അടിപൊളിയായിട്ട് ചെയ്തു. അതുപോലെ അബ്ബാസ് മസ്താൻ സാർ എൻ്റെ അടുത്ത് വന്നപ്പോൾ, ഈ റോളിന് നിങ്ങൾ എന്തെങ്കിലും ഒരു ന്യൂ കമ്മറിനെ എടുക്കുകയാണെങ്കിൽ അത് അടിപൊളിയായിരിക്കും ഞാൻ പറഞ്ഞു. ന്യൂ കമ്മറിനാണെങ്കിൽ ഒരു ഇമേജും കാണത്തില്ല. അദ്ദേഹം വളരെ കറക്റ്റായിട്ട് ചെയ്തു. അദ്ദേഹം ഷാറുഖിനെ സെലക്ട് ചെയ്തു. ആ സമയം ഷാറുഖിനെ ആർക്കും അറിയത്തില്ല. ഷാറുഖ് എന്ന സിനിമ ചൂസ് ചെയ്ത് ഷാറുഖ് ഖാൻ ആ സിനിമ ചെയ്തു. ഇന്ന് ഷാറുഖ് ഖാനായിട്ടുണ്ട്. അതിനുവേണ്ടി ഇങ്ങനെയും പറയാൻ പറ്റത്തില്ല. ഞാൻ ഒരുപാട് സിനിമകൾ ചെയ്തു, അത് മറ്റുള്ള ആർട്ടിസ്റ്റിനെ കൊണ്ട് ചെയ്യാൻ പറ്റിയില്ല. അതായത് സ്ലം ഡോഗ് മില്ലിയനർ ഉണ്ട്. ഇന്നുള്ള ഒരുപാട് ആർട്ടിസ്റ്റ് അത് ചെയ്യാൻ നോക്കിയിട്ട് ചെയ്യാൻ പറ്റിയില്ല. ഒരുപാട് പേർക്ക് മിസ്സായി. ഇതുപോലെ ഒരുപാട് സിനിമകളുണ്ട്. പരമ്പരയിൽ നിന്നൊരു സിനിമ ഉണ്ടായിരുന്നു. ആ സിനിമ ഞാൻ ചെയ്യാണ്ട് വിട്ടത് തന്നെ നല്ലതായിപ്പോയി. ഐ തിങ്ക് ദാറ്റ്സ് വൺ ഓഫ് ദി യശ് ചോപ്രാസ് വൺ ഓഫ് ദി വീക്കസ്റ്റ് ഫിലിം. എനിക്ക് ആ സ്ക്രിപ്റ്റ് ഇഷ്ടപ്പെട്ടില്ല. ഐ ആം ബീയിങ് ഹോണസ്റ്റ്. എനിക്ക് ആ സ്ക്രിപ്റ്റ് ഇഷ്ടപ്പെട്ടില്ല, എനിക്ക് ആ റോൾ ഇഷ്ടപ്പെട്ടില്ല. ഞാനത് ചെയ്യത്തില്ലെന്ന് ഞാൻ പറഞ്ഞു. ഐ ഹാവ് ടു ബി വെരി ഓണസ്റ്റ് വിത്ത് ഹിം. ഞാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു, പറ്റത്തില്ല എന്നേ പറഞ്ഞു. എനിക്ക് എന്താ തോന്നുന്നത് വെച്ചാൽ, ഇന്നും അദ്ദേഹത്തിനോടൊപ്പം എനിക്കൊരു നല്ല റിലേഷൻഷിപ്പ് ഉണ്ട്. ഇന്നും വെരി ഹോണസ്റ്റ്, വെരി സ്ട്രെയിറ്റ് ഫോർവേഡ്. എനിക്ക് ഇഷ്ടമല്ലെങ്കിൽ ഇഷ്ടമല്ല, ഞാൻ ചെയ്യില്ലെന്ന് പറഞ്ഞേക്കും അങ്ങോട്ട്. വേണ്ടെങ്കിൽ വേണ്ട. അതായത് സംടൈംസ് യു ഹാവ് ടു ബി വെരി സ്ട്രെയിറ്റ് ഫോർവേഡ് ആൻഡ് ഹോണസ്റ്റ്. അതിന് ആവശ്യമില്ലെന്ന് താങ്കളുടെ ഈ അദ്ദേഹം ഒരുപാട് അപ്സെറ്റായി. അദ്ദേഹം നിങ്ങൾ നോക്കുവാണെങ്കിൽ ഒരുപാട് വർഷം നിങ്ങൾ ഐ തിങ്ക് ഒരുപാട് പേര് പറഞ്ഞു, അദ്ദേഹം പറഞ്ഞില്ല, ഒരുപാട് പേര് പറഞ്ഞു അദ്ദേഹം ഹേർട്ടായിപ്പോയെന്ന്. എന്ത് ചെയ്യാൻ പറ്റും? അതിനുശേഷം വന്ന് ഐ ഹോപ്പ് വി ബിക്കേം വെരി ക്ലോസ് ലേറ്റർ ഓൺ. ഏതോ ഒരിടത്ത് ടൈം പാസസ്, വിൽ കം ടു നോ. ആരെങ്കിലും എന്തെങ്കിലും ഒന്ന് ഹേർട്ട് ചെയ്യാനായിട്ട്, യു ആർ നോട്ട് ട്രൈങ് ടു ഹേർട്ട് എനിബഡി. യു ആർ ജസ്റ്റ് ബീയിങ് ഹോണസ്റ്റ് ആൻഡ് യു ആർ ജസ്റ്റ് പ്രൊട്ടക്ടിങ് യുവർ കരിയർ വിച്ച് എവർ ഫീൽസ് യു റൈറ്റ്. ദാറ്റ്സ് വാട്ട് ഐ ഡിഡ്. ഒരു പ്രാവശ്യം താങ്കളുടെ ആക്ടിംഗ് കരിയറിൽ നിന്ന് റെസ്റ്റ് എടുക്കണമെന്ന് താങ്കൾ ആഗ്രഹിച്ചതായിട്ട് കേട്ടു. സത്യമാണോ? കുറെ വർഷങ്ങൾ. അതെ, ഞാൻ എടുക്കാൻ ശ്രമിച്ചു. ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഐ ലുക്ക് അപ് ടു ദിലീപ് കുമാർ സർ, അമിതാഭ് ബച്ചൻ സർ, ആൻഡ് യുനോ നസറുദ്ദീൻ ഷാ, കമലഹാസൻ സർ. യുനോ ഇവരൊക്കെ ലെജൻസ് ആണ്, വലിയ ലെജൻസ് ആണ്. 5 വർഷം ഇവരൊക്കെ ബ്രേക്ക് എടുത്തു. അതെടുത്തിരിക്കാൻ പാടില്ല. കുദാക്കാവയ്ക്ക് ശേഷം അദ്ദേഹം ന്യൂയോർക്ക് പോയി. അവിടെ പോയിട്ട് ഹി ലിവ്ഡ് ലൈക്ക് എ നോർമൽ ലൈഫ്. പിന്നെ എനിക്കും തോന്നി ആ സമയത്ത് അമിതാഭ് സാർ ചെയ്യുവാണെങ്കിൽ അത് വലിയ കാര്യമല്ലേ, അപ്പോൾ നമ്മളതൊക്കെ ചെയ്യണം. അപ്പം ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി. അപ്പം ഞാൻ അർമാൻ ഷൂട്ടിങ്ങിലായിരുന്നു. അപ്പം ഞാനും 25 years ആയിട്ട് വർക്ക് ചെയ്യുവാണ്. അപ്പോൾ എനിക്ക് എന്താ തോന്നുന്നതെന്ന് വെച്ചാൽ,
ഒരു ചെറിയ ബ്രേക്ക് എടുത്താലോ എന്ന് ആലോചിച്ചു. അപ്പൊ അമിതാഭ് സാർ പെട്ടെന്ന് കയറി പറഞ്ഞത്, എടാ വേണ്ട, ഇങ്ങനെ ബ്രേക്ക് എടുക്കാൻ പാടില്ലെന്ന്. നീ ബ്രേക്ക് മാത്രം എടുത്തേക്കല്ലേ. യുനോ ഇമ്മീഡിയറ്റ്ലി ഞാൻ പോയി 2 സിനിമ സൈൻ ചെയ്തു അന്ന് തന്നെ. സോ എന്റെ കരിയർ വന്നിട്ട് 40 അല്ല, ആക്ച്വലി 38 വർഷമായുള്ളൂ. 38 ഇയേഴ്സിൽ ഞാൻ ഒരു ബ്രേക്ക് പോലും എടുത്തിട്ടില്ല, ഇതിന് ശേഷവും ഇല്ല. അതുകൊണ്ടാണ് ജനങ്ങൾ ഇത്രത്തോളം താങ്കളെ സ്നേഹിക്കുന്നത്, എല്ലാ സിനിമകളും കാണുന്നത്. ആർക്കെങ്കിലും ചോദ്യം ചോദിക്കണം? സർ, താങ്കളുടെ ലൈഫ് സ്റ്റൈലിൽ എന്ത് ചേഞ്ച് ആണ് വന്നിരിക്കുന്നത്? അതായത് 38 വയസ്സ് മുതൽ താങ്കൾ ഈ ഇൻഡസ്ട്രിയിലുണ്ട്. സോ ഒബ്വിയസ്ലി ഇവിടെ നിറയെ മാറ്റങ്ങൾ നടന്നിട്ടുണ്ട്. ടൈം അതുപോലുള്ളത്. ഇവിടെ നോക്കിയ സ്റ്റെബൻ എന്ന കുറ്റച്ചാർത്ത് താങ്കളുടെ മേലുണ്ട്. താങ്കൾ ലൈഫിൽ സ്റ്റെബൻ ആണോ ഇല്ലെങ്കിൽ സാഹചര്യം അനുസരിച്ച് മാറുമോ? ഇപ്പോൾ ഉള്ള യങ്സ്റ്റേഴ്സ് ഒക്കെ വെരി ഷാർപ്പ്, വെരി ഷാർപ്പ്. സോ ദേ വിൽ നോട്ട് അക്സെപ്റ്റ് യു ഇഫ് യു ആർ ഡൂയിങ് സംതിങ് ആൻഡ് വിച്ച് ദേ ഫീൽ ഇദ്ദേഹം എന്താ ഈ ചെയ്യുന്നത്, കാരണം അവർ ഫീൽ ചെയ്യും. പിന്നെ നീ ഇതൊക്കെ ചെയ്യേണ്ട ജനങ്ങൾ പറയുന്നതിന് മുമ്പ് ഞാൻ തന്നെ അത് ചെയ്യാണ്ടിരിക്കും ആക്ച്വലി. പക്ഷേ ഇതും സത്യം തന്നെയല്ലേ? താങ്കളുടെ ഹെയർ സ്റ്റൈൽ, മീശ, താങ്കളുടെ പേഴ്സണാലിറ്റി, ഇതൊന്നും തന്നെ ഒരു സിനിമയ്ക്ക് വേണ്ടിയും താങ്കൾ മാറ്റാറില്ല. എന്താ സാർ ഈ പറയുന്നത്? ഞാൻ ചെയ്ത അളവിന് വേറെ ആരും ചെയ്തില്ല. ഞാൻ ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുണ്ട്. അതായത് ഒരുപാട് സിനിമകൾ. എന്റെ കരിയർ തന്നെ നിങ്ങൾ നോക്കുവാണെങ്കിൽ മറ്റേ 7 days തൊട്ട് ആ പടം വന്ന് ഉറങ്ങി എഴുന്നേറ്റാലും താങ്കൾ ഇങ്ങനെ തന്നെ ആയിരിക്കും. എന്തേലും പറ്റുവാണെങ്കിൽ നിങ്ങളൊന്ന് വന്ന് രാവിലെ നോക്ക്. സാർ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കുവാണെങ്കിൽ സാർ ഇപ്പോൾ നമ്മളൊക്കെ സാർ നിങ്ങളുണ്ട്, ഞാനുണ്ട്. സാർ നിങ്ങൾക്കറിയാമല്ലോ, നിങ്ങളുടെ മനസാക്ഷിയോടൊന്ന് ചോദിക്കുക. അതായത് നമ്മുടെ ചിന്ത, പിന്നെ നമ്മുടെ തലച്ചോറ്, പിന്നെ നമ്മുടെ മനസ്സ്, നമ്മുടെ സോൾ, സ്പിരിച്വാലിറ്റി, ഇന്റലക്ച്വലി നമുക്കത് ഒരു സ്വരത്തിലുണ്ടാവണമെങ്കിൽ കഷ്ടപ്പെടണം സാർ, ഇല്ലെങ്കിൽ അത് സംഭവിക്കില്ല. കഷ്ടപ്പെട്ടില്ലെങ്കിൽ ഒന്നും തന്നെ കിട്ടില്ല. ഞാനിന്ന് കാണാൻ ഇങ്ങനെ ഇരിക്കുവാണെങ്കിൽ, ഇതാ ഇങ്ങനെ ഫിറ്റായിട്ടിരിക്കുവാണെങ്കിൽ, ഞാനിന്നിങ്ങനെ ഇരിക്കാനുള്ളൊരു കാരണമാണെങ്കിൽ, ഇങ്ങനെ ഇരിക്കാനൊരു ചാൻസ് തന്നിട്ടുണ്ടെങ്കിൽ, ഇത്രയും വലിയൊരു പ്ലാറ്റ്ഫോം, ഇത്രയും ആൾക്കാരുടെ അടുത്ത് സംസാരിക്കാൻ ഒരു ചാൻസ് തന്നേക്കുക. നിങ്ങൾ വന്ന് എന്നെ ചോദ്യം ചോദിക്കുന്നത് പോലെ ഞാൻ കഷ്ടപ്പെട്ടിട്ടുണ്ട് സാർ. ഇല്ലെങ്കിൽ എന്നെ ഇവിടെ നിങ്ങൾ വിളിച്ചിരുത്തുവോ? ഇങ്ങനെ ഞാൻ പറഞ്ഞ കറക്റ്റ് അല്ലേ? തീർച്ചയായും. ലൈഫിൽ എന്തെങ്കിലും ഒന്ന് സാധിക്കണോ ഇല്ലയോ? ജനങ്ങൾക്ക് ആരെയാണോ ഇഷ്ടം, ആരെയാണോ അവർ കൂടുതൽ ബഹുമാനിക്കുന്നത്, അങ്ങനെയുള്ള വ്യക്തികളെയാണ് ഞാൻ വിളിക്കുന്നത്. അതിനല്ലേ സാർ കഷ്ടപ്പെടുന്നത്? ഇങ്ങോട്ടൊക്കെ വരാനല്ലേ സാർ? അതിനുവേണ്ടിയാണ്, ഈ ഷോയ്ക്ക് വേണ്ടി തന്നെയാണ് ഞാൻ കഷ്ടപ്പെട്ടത്. എന്റെ ആഗ്രഹം എന്താണെന്ന് വെച്ചാൽ, ജനങ്ങൾ താങ്കളെ ഏജ്ലെസ് എന്നാണ് വിളിക്കുന്നത്. അനിൽ കപൂറിന്റെ ഏജ് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അദ്ദേഹം എപ്പോഴും യങ് ആണെന്നാണ് അവർ ഈ പറയുന്നത്. ചോദ്യമാണ് കുറെ നേരമായി ചോദിക്കണമെന്ന് വിചാരിച്ചത്. ഇതിന് കാരണം എന്താണ്? ഇപ്പോഴും താങ്കളെ കണ്ടാൽ 30 വയസ്സേ പറയൂ. ഞങ്ങളോട് ആ രഹസ്യം ഒന്ന് പറഞ്ഞു തരൂ സാർ. ഞാൻ നിങ്ങളെ ഇവിടുന്ന് തന്നെ ഹഗ് ചെയ്തോളാം. എന്നാലും ആ രഹസ്യം അവരോട് പറഞ്ഞതേ ഇല്ലല്ലോ. ഞാൻ ഈ രഹസ്യം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്റെ കൂടെയുള്ള മറ്റുള്ള ആർട്ടിസ്റ്റ്, അതായത് കോ ആർട്ടിസ്റ്റ് എല്ലാവരും തന്നെ ഇത് സീക്രട്ട് ആണ് സാർ. ഈ സീക്രട്ട് ഞാൻ എൻ്റെ അകത്ത് തന്നെ, ഇതെൻ്റെ ഒരു ഒറ്റമൂലി ആയിക്കോട്ടെ സാർ. എനിക്കൊരു സമയം വരും, ആ സമയം വരുമ്പോൾ ഞാൻ ഈ മൂലിക എല്ലാവർക്കും ഇങ്ങനെ കൊടുക്കും. ലോകം മുഴുവനും ഞാൻ കൊടുക്കും. അതിനുശേഷം വലിയൊരു പണക്കാരനായിട്ടും വിജയിച്ചവനായിട്ടും ഇരിക്കും ഞാൻ, ഈ മൂലിക മാത്രം വിറ്റ്. താങ്കളുടെ സംസാരം കേൾക്കുമ്പോ ബാബ രാംദേവ് ആയതുപോലെ. അല്ല, നിങ്ങൾ പറഞ്ഞ പോലെ ഞാൻ ബാബ രാംദേവ് ആയ മാത്രം മതിയല്ലോ. 20,000 കോടിക്ക് ഞാനൊരു കമ്പനി വെക്കത്തില്ലേ? അടുത്തതായി അനിൽ സാർ, ജനങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നതെന്ന് വെച്ചാൽ താങ്കൾ അവരെ കൂടുതൽ എന്റർടൈൻ ചെയ്യണമെന്ന്. ആക്ച്വലി ഈ സിനിമയില് അർജുൻ കപൂർ സർ, അർജുൻ കപൂർ എൻ്റെ ചേട്ടൻ്റെ മോനാണ്, എൻ്റെ മോനാണ് അവൻ. അവൻ്റെ ഒപ്പം വർക്ക് ചെയ്യാനായിട്ട് എനിക്കൊരു ചാൻസ് കിട്ടി. അതിലെല്ലാ പാട്ടിലും അവൻ തന്നെ പാടിയത്, പിന്നെ 1-2 പാട്ടിൽ മാത്രം ഞാൻ ഡാൻസ് ചെയ്യാനായിട്ട് ശ്രമിച്ച്. ഏത് പാട്ടാണ് നിങ്ങൾ ഇടാൻ പോകുന്നത്? നിങ്ങൾ എന്ത് പാട്ടിട്ടാലും ഞാൻ എന്തായാലും കളിച്ചേക്കും.